കണ്ണൂർ പിലാത്തറയിലെ വാഹനം തട്ടിക്കൊണ്ടുപോയുള്ള സ്വർണ്ണ കവർച്ചയിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. മട്ടന്നൂർ സ്വദേശികളായ സൗരവ് സുനി, ജ്യോതിഷ് വിവി എന്നിവരാണ് പിടിയിലായത്. ഇരിട്ടി കൂട്ടുപുഴ വഴി കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ളവരാണോ ഈ പിടിയിലായവർ? എന്താണ് സംശയം? അരുണ, ഈ സ്വർണ്ണക്കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ 6 പേരെ പോലീസ് പിടികൂടി കഴിഞ്ഞു. ഈ 6 പേരും കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പിടിയിലായത് എന്നതും ശ്രദ്ധേയമാണ്. ജൂൺ 2-ാം തീയതി ആയിരുന്നു മഹാരാഷ്ട്ര സ്വദേശികളും തലശ്ശേരിയിൽ താമസക്കാരുമായ സ്വർണ്ണ വ്യാപാരിയായ കുമാർ ജലന്ധർ നിഗവും കുടുംബവും സഞ്ചരിച്ച കാറ് കണ്ണൂർ പയ്യന്നൂരിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും കുമാർ ജലന്ധർ നിഗത്തെ ആക്രമിച്ചതിന് ശേഷം ഈ വാഹനം തട്ടിയെടുത്ത് പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് ഉപേക്ഷിക്കുകയും ചെയ്തത്. ആ കാറ് തകർത്ത നിലയിലായിരുന്നു രാവിലെ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാറിൻ്റെ ഉടമകളെ ഉൾപ്പെടെ കണ്ടെത്തിയത്. വലിയ തോതിൽ സ്വർണവും പണവും ഈ കാറിൽ നിന്ന് നഷ്ടമായി എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ ഈ കുമാർ ജലന്ധർ നിഗം നൽകിയ പരാതിയിൽ ഭാര്യയുടെ ബാഗിലുണ്ടായിരുന്ന 25 ഗ്രാം സ്വർണം നഷ്ടമായി എന്നത് മാത്രമായിരുന്നു ആദ്യത്തെ പരാതി. പക്ഷേ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ കാറിന്റെ രഹസ്യ അറയിൽ ഇത്തരത്തിൽ സ്വർണവും പണവും ഒക്കെ സൂക്ഷിച്ചിരുന്നുവെന്നും അത് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2 ഇന്നോവ കാറുകളിലെത്തിയ അക്രമി സംഘം ഈ കാറ് തട്ടിയെടുത്ത് കൊണ്ടുപോയത് എന്നും പോലീസിന് മനസ്സിലായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടുകൂടിയാണ് പ്രതികൾ ഓരോരുത്തരായി പിടിയിലാകാൻ തുടങ്ങിയത്. ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ള 6 പേരും ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാം തന്നെ സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടുകയും ചെയ്തത്.